അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റൈസ് റെസിപ്പി ആയിട്ടാണ്. മഷ്റൂമും വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഫ്രൈഡ് റൈസ് മോഡലിൽ ഒരു വെറൈറ്റി റൈസ് റെസിപ്പിയാണ്. ഇത് സൂപ്പർ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അതിൻ്റെ കൂടെ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന, വെയിറ്റ് ലോസ് ആഗ്രഹിക്കാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന പച്ച പപ്പായ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ ജീരകശാല നേരിയ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് സെയിം ബസുമതി റൈസ് വെച്ചിട്ടും ഈ സെയിം മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ജീരകശാല അരി അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാൻ ആരംഭിക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് 1 ക്യൂബ് ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ പട്ട, 3 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ എടുത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ച് റൈസ് ഇട്ട് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിൽ ജലാംശം വറ്റി എന്ന് മനസ്സിലാവുമ്പോൾ അതിങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ റൈസ് വെച്ച സമയത്ത് തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങളിത് കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. കുക്കറിൽ നിന്ന് എയറൊന്നും പുറത്തു പോകില്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് അത്ര നല്ലൊരു പാത്രമല്ല, അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആവി പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ലിഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ ആ ഹോളിൽ കൂടി നീരാവി പുറത്തോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് റൈസ് വേകാൻ താമസിക്കും, അല്ലെങ്കിൽ അതിലെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആ ലിഡിൻ്റെ ഹോളിൽ ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു പീസ് ചുരുട്ടി അതിലെ നീരാവി പുറത്ത് പോകാതെ വെച്ചിട്ടുണ്ട്. ആ റൈസ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിളും മഷ്റൂമും ചിക്കനും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതിലേക്ക് റെഡ് കളറും യെല്ലോ കളറും ക്യാപ്സിക്കവും, ഒരു ക്യാരറ്റ്, കുറച്ച് ബ്രോക്കലി, കുറച്ച് ബീൻസ്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, ഗാർലിക്, മഷ്റൂം, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ചിപ്പിക്കൂൺ, ഓയിസ്റ്റർ മഷ്റൂം എന്നൊക്കെ അറിയപ്പെടുന്ന കൂണാണ്. നമുക്ക് ഇഷ്ടമുള്ള കൂണും ഇഷ്ടമുള്ള വെജിറ്റബിൾസും എടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ബ്രോക്കലിയൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം. തിരിച്ചും മറിച്ചും അകത്തുനിന്നും പുറത്തുനിന്നും വെള്ളം നല്ല ഫോഴ്സിൽ ഒഴിച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം മഷ്റൂം നമുക്ക് അതിൻ്റെ മേളിലുള്ള സ്കിന്ന് നമുക്കിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. മഷ്റൂമും കട്ട് ചെയ്തെടുക്കണം, വെജിറ്റബിൾസ് എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മഷ്റൂം നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകി അതിലെ വെള്ളം, ജലാംശം ഇങ്ങനെ പിഴിഞ്ഞ് കളയണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിഴിയുമ്പോൾ അതിലെ വെള്ളമെല്ലാം പോയിക്കോളും. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം.
നമ്മളൊരു നേരത്തെ ഫുഡിൽ 4 കളറുള്ള വെജിറ്റബിൾസ് കഴിക്കണം എന്നാണല്ലോ പറയുന്നത്. ഇത് നമുക്ക് 4 കളറിൽ കൂടുതൽ വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം. അപ്പം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ചിക്കൻ, അതും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിത് ബട്ടറിൽ തന്നെയാണ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളത്തിലേക്ക് റൈസ് ഇടാതെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത നല്ല ക്ലീൻ റൈസ് കിട്ടും. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ചൂടായ ഒരു പാനിലേക്ക് ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ടു. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് ഈ ചിക്കനിൽ നമ്മൾ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പെപ്പർ പൗഡറും ഉപ്പും മാത്രം ചേർത്ത് നമ്മളിങ്ങനെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കന് നല്ല ടേസ്റ്റാണ്. നമ്മൾ ബട്ടറിലാണല്ലോ സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്ത സമയത്ത് അതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം വേണമായിരുന്നു ഈ ചിക്കൻ ഇടാൻ. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഈ ചിക്കനിലോട്ട് പിടിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ അങ്ങനെ നമുക്കിതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് മതി. ഓവർ കുക്ക് ആവരുത്. ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഹാർഡായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ പീസ് എടുത്തൊന്നിങ്ങനെ അമർത്തി നോക്കിയാൽ മതി. അത് പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത് കുക്കായി എന്നാണ് അതിനർത്ഥം. അങ്ങനെ നമ്മൾ സോട്ട് ചെയ്തെടുത്ത ചിക്കൻ എല്ലാം നമ്മൾ കോരിയെടുത്തു. അതിനുശേഷം ആ സെയിം പാത്രത്തിലോട്ട് തന്നെ കുറച്ച് ഗാർലിക്കും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രോക്കലി ഇട്ടു. അതിൻ്റെ ആ തണ്ട് പോലെയുള്ള ഭാഗത്തിന് ഇത്തിരി വേവുള്ളതുകൊണ്ട് അതിലേക്കൊരു കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ലിഡ് വെച്ച് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിലെ വെള്ളം എല്ലാം വറ്റി അത് കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ കോരിയെടുക്കാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു ചെറിയ ക്യൂബ് ബട്ടറും കൂടി ഇട്ടു, ഗാർലിക് ഇട്ടു. അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ വേവുള്ള വെജിറ്റബിൾ ആദ്യം ഇടാം. ഇപ്പോൾ ഞാൻ ഈ എടുത്തതിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ക്യാരറ്റും ബീൻസുമാണ്. ബീൻസാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത്. അതുകൊണ്ട് ബീൻസിനെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ്സ് മതി. അതിനുശേഷം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റും ഒരു 2 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്യാം. കൂടുതൽ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പാത്രത്തിലൊരു ഓയിൽമയം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഇട്ട ബട്ടറിൻ്റെ, അത് തന്നെ ധാരാളമാണ്. അതിലേക്ക് സ്പ്രിംഗ് ഒനിയനാണ് ഇട്ടത്. ഇനി നമ്മൾ 2 കളറുള്ള ക്യാപ്സിക്കം എടുത്ത് വെച്ചതും ഇട്ടു. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് റൈസിൻ്റെ അകത്ത് ഇത് ഡയറക്റ്റ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഈ ബട്ടറിൻ്റെയും ആ ഒരു ഗാർലിക്കിൻ്റെയും ഒക്കെ കൂടെ ടേസ്റ്റ് ഈ വെജിറ്റബിൾസിലും മഷ്റൂമിലും നമ്മുടെ ചിക്കനിലും ഒക്കെ പിടിക്കുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ ഒരു ഹാഫ് ബോയിലായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ ആ പാനിൻ്റെ ഒരു സൈഡിലോട്ട് ആക്കിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ ഞാനൊരു ചെറിയ ക്യൂബ് ബട്ടറും കൂടി ഇട്ടു. എന്നിട്ട് നമ്മൾ പീസസ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം അതിലേക്കിട്ട് അതിനെ ഇത് വേറൊരു പാത്രം കൂടി എടുത്ത് ഇത്തിരി പണി കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. മഷ്റൂമും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഞാൻ സോട്ട് ചെയ്തു, അത് മുഴുവൻ ഞാനിത് കാണിക്കാത്തതാണ്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മഷ്റൂം നമ്മളിങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം വറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തത്. ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ അങ്ങനെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് അതിലേക്ക് ചേർത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിടണം, കാരണം നമ്മൾ
ചിക്കൻ ചിക്കൻ നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തപ്പോഴും നമ്മുടെ റൈസിലും ഒക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. അങ്ങനെ ഉപ്പ് നോക്കിയതിന് ശേഷം ഇടുക, കുറച്ചിടണം. ഇട്ട് നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ബ്രോക്കലിയും എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു പറയുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും. ജസ്റ്റ് ഒരു 6-7 മിനിറ്റത്തെ പണിയേ ഉള്ളൂ ഈ വെജിറ്റബിളും ചിക്കനും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മുടെ റൈസിന് മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ സോയാ സോസും 1/2 സ്പൂൺ ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കാം. എനിക്ക് പിന്നെ സോസിൻ്റെ പരിപാടി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇപ്പം നമുക്കിതിൽ ലോട്ട് ഓഫ് വെജിറ്റബിൾസും മഷ്റൂമും പ്രോട്ടീനും എല്ലാം ഉണ്ട്. അപ്പം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ്. നമ്മുടെ റൈസിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൈസ് റെഡി. ഇനി നമുക്ക് പച്ച പപ്പായ ഉപയോഗിച്ചിട്ട് ഒരു സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി സാലഡ്സും ഹെൽത്തി റെസിപ്പീസുമായിട്ട് ഞാൻ മറ്റു വീഡിയോകളിലും നിങ്ങളോട് കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള നമ്മുടെ സാലഡിന് ആവശ്യമായിട്ടുള്ള പപ്പായ, മുളക്, ടൊമാറ്റോ ഇതൊക്കെ പറിച്ചെടുത്തു. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. സാലഡിന് ഞാൻ പച്ച പപ്പായയും ഒരു ആപ്പിൾ, ഒരു ടൊമാറ്റോ, 2 ഗ്രീൻ ചില്ലി, കുറച്ച് ഗാർലിക്ക് ഇവയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോമഗ്രാനൈറ്റോ അതുപോലെയുള്ള മറ്റ് ഫ്രൂട്ട്സും എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം പപ്പായ നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് പീൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് ജൂലിയൻ പീലർ ഉപയോഗിച്ചിട്ടാണ് പീൽ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അത് ഈ ജൂലിയൻ പീലർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്തതുപോലെ കൊത്തി നൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് തിന്നായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ആപ്പിള് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ സാലഡിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിനി ഒരു ടൊമാറ്റോയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. അതിന് ഞാനൊരു 2-3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ഫുൾ ലെമൺ നമുക്ക് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ നീരും കൂടി ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ശർക്കര പൗഡർ ചേർക്കുന്നത് അത് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഒരു മധുരവും ഉപ്പും ആ ഒരു പുളിയും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ സാലഡ് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. ഇനി ശർക്കര പൗഡർ തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. ശർക്കരയുടെ ഒരു പീസ് ചേർത്താലും മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതുമല്ല, കുറച്ച് ഹെൽത്തി ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. അതിനുശേഷം നമ്മൾ നേരത്തെ പീൽ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പപ്പായ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ഗാർലിക്കിൻ്റെയും ആ മുളകിൻ്റെയും ആ മധുരവും ഉപ്പും എല്ലാം കൂടി നമ്മുടെ ഈ പപ്പായയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് ചതച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആപ്പിളും ടൊമാറ്റോയും നമുക്ക് അതിലേക്കിട്ട് ഈ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ പീസസ് ഒക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി ടേസ്റ്റിയുമാണ്. ഞാനിപ്പം നമ്മുടെ റൈസിൽ ഒരുപാട് വെജിറ്റബിൾസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ 2 ഇൻഗ്രീഡിയൻസേ എടുത്തുള്ളൂ എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ റൈസും നമ്മുടെ ഈ സാലഡും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ റൈസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സാലഡും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.